അപ്പൊ ദയവ് ഇത് സ്വാമി ഈ ജോലിക്ക് വരരുത്. ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. ഈ ജോലി സ്വാമിക്ക് പറ്റില്ല. പറ്റില്ലേ? എന്താ പറ്റില്ല? ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്ന് അറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്ത്? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പുചോളെന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് സൈറ്റ് ഓഫീസ് തുറക്കുന്നതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും. എന്താ പോണോ? പോണോ? പറ. സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെയാണ് കൺസ്ട്രക്ഷൻ. ഒന്നും മനത്തിക്കളെ അവന്മാര്. സ്വാമി ദയവേദി ജോലിക്ക് വരരുത്. സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിരിക്കേണ്ടതായിട്ട് വരും. ഭാര്യയും 3 മക്കളുള്ളവനാ ഞാൻ. എന്റെ കാര്യം പോട്ടെ, സ്വാമി അവരെ വയ്യാതാരാക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്വാമിയുടെ ഇഷ്ടം. ജോസഫ്, 10-15 കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ. ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയത്. അത് ഇങ്ങനെയുള്ള നരകത്തിലേക്കാതിരുന്നെങ്കിൽ ബംഗാളിൽ തന്നെ കുച്ചിട്ടാ പോരായിരുന്നു.